ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ പറമ്പിലെ വാഴകൾ അതിലൊരെണ്ണം കുലച്ചത് നിലം പൊത്തി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി രാവിലെ തന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, "നീ പുറകെ വന്നേക്കണം, ഞാനവിടെ ഉണ്ടാവും" എന്ന് പറഞ്ഞങ്ങ് ഉമ്മച്ചി മുന്നേ പോയി. അപ്പോൾ പിന്നെ ഞാനും പിന്നെ പുറകിൽ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ആടിപ്പാടി അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ പറമ്പ് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. വാഴത്തോട്ടം ഞാൻ പണ്ട് എന്താ പറയുക, തുടങ്ങിയ സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ നമ്മുടെ വാഴകളൊക്കെ ഇങ്ങനെ കുലച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതിലൊരെണ്ണം വീണ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പിൽ 2-3 പോത്തുകൾ ഇവിടുത്തെ വാഴ കൊള്ളാവോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിരങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ആ വാഴകളൊക്കെ ആ കൊലത്ത് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിലം പൊത്തിയ വാഴ. അപ്പോൾ ഇത് നമുക്കൊന്ന് നേരെ വെക്കണം. അപ്പോൾ നേരെ നിവർത്തി വെക്കാനുള്ള പരിപാടികളിലേക്ക് ഞാനും എൻ്റെ അമ്മച്ചിയും അങ്ങ് കിടന്നു. എന്തുകൊണ്ടാണ് ഇതിനെ വാഴ എന്ന് നാട്ടുകാർ വിളിക്കുന്നത് എന്ന് എനിക്കല്ല, വാഴ എന്നുള്ളതിനെ ഉപമിച്ച് മനുഷ്യർ എന്തിനു പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വാഴേനെ കൊണ്ട് അതിൻ്റെ അടി മുതൽ മുടി വരെ അതിനെക്കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഒരു ഗുണവും ഇല്ലാത്ത ഈറ്റങ്ങളെ നാട്ടുകാർ വിളിക്കും അതാ പോകുന്ന വാഴ എന്നെ പോലെ. അപ്പോൾ ഏതായാലും നമ്മുടെ അതൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ 2 കൊല്ലം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ മാവും തൈയാണ് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി. ഒരനക്കവും വളർച്ച മുരടിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇത് നമ്മളൊരു പട്ടിഷയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങനെ തേനൊക്കെ കുടിക്കുന്ന പോലെ എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാനൊന്ന് വെറുതെ നോക്കിയതാണ്. പിന്നെ അതേതായാലും പാളിയെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ മെല്ലെ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഏതായാലും ഉമ്മച്ചി അതിൻ്റെ പരിപാടികളൊക്കെ ബാക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മെല്ലെ തടി തപ്പി ഇരട്ടപ്പഴമൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് നോക്കി. ഇതൊന്നും ഞാൻ കഴിക്കാറില്ല, കാണാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.